അല് ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളോട് ശിവാങ്ക് ഉണ്ട്. ബ്രോ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ ഒരു അൺഎക്സ്പെക്ടഡ് ലോസ്. പക്ഷേ കഴിഞ്ഞ കളിയിൽ എ സി മിലാനെതിരെ നല്ലൊരു കളിയായിരുന്നു. എന്താണ് ആ മത്സരത്തിൽ സംഭവിച്ചത്? ബ്രോ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ തീരെ ആ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞു, ബ്രേക്കിന് മുമ്പുള്ള ടീമും പിന്നെ കളിച്ച ടീമുമായിട്ട് വളരെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആൾക്കാർ ലേസി ആയതാണോ അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ബീറ്റ് ചെയ്യാന്നുള്ള എന്നുള്ള രീതിയിൽ പോയി അവസാനം അവരെ അടിച്ച് ജയിച്ചിട്ട് പോയി. അത് നമ്മൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മള് ഒപ്പോണന്റിനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ മാച്ചിൽ. നമ്മൾ പറഞ്ഞില്ല, അവര് ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ക്ലബ്ബാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവരുടെ ഒരു ട്രാൻസ്ഫേഴ്സ് ആണെങ്കിലും അവര് മാനേജറിയൽ അപ്പോയിന്റ്മെന്റ്സ് ആണെങ്കിലും ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ക്ലബിനെ ഫോളോ ചെയ്യുമ്പോൾ. അപ്പോൾ നുനോ എസ്പിരിറ്റോ സാന്റോസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മാനേജർ. ഇപ്പൊ നിങ്ങൾ ടോട്ടനമിനെ മാനേജ് ചെയ്തിട്ടുണ്ട്, പുള്ളി വുൾസിനെ മാനേജ് ചെയ്തിട്ടുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. എന്തുകൊണ്ട് പുള്ളിക്ക് ഹൈ ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പൊ പുള്ളി നല്ല എന്താണോ സ്ലോട്ട് യുണൈറ്റഡിന്റെ കൂടെ കളിക്കാൻ പോയപ്പോ യുണൈറ്റഡിനെ നല്ലോണം പഠിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അതേപോലെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വന്നപ്പോൾ ലിവർപൂളിന് നല്ലോണം പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് നുനോ എസ്പിരിറ്റോ സാന്റോസ്. കാര്യം വൈഡ് പ്ലെയേഴ്സിനെ അങ്ങ് ലോക്ക് ചെയ്ത് കളഞ്ഞു. അതാണ് പറ്റിയത്. സാലയും ലൂയിസ് ഡിയാസ് ഒക്കെ നോൺ എക്സിസ്റ്റന്റ് ആയിരുന്നു. അതാണ് നമ്മള് ഫുൾ ബാക്സ്. ഇപ്പൊ അയിനാണെങ്കിലും മൊറൈനാണെങ്കിലും ഭയങ്കര നല്ല രസമായിട്ട് അവർ ഡിഫെൻഡ് ചെയ്ത് അവര് പുഷ് ചെയ്യേണ്ട സമയത്ത് പുഷ് ചെയ്യുന്ന അവര്, അല്ലാണ്ട് നോക്കുമ്പോൾ അവർ നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ലോക്ക് ചെയ്ത് കളഞ്ഞു ഫുൾ ബാക്സിനെ ആണെങ്കിലും ഫോർവേഡ്സിനെ ആണെങ്കിലും. അപ്പോൾ അതന്നെയായിരുന്നു മെയിൻ കാര്യം. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്. അത് ഞാൻ ഒരു റീസൺ ആയിട്ട് ഞാൻ പറയില്ല. കാര്യം ഇപ്പൊ എല്ലാ ക്ലബ് ഇന്റർനാഷണൽ ബ്രേക്കിൽ നിന്ന് തന്നെയാണ് വന്നത്. സിറ്റി ഇന്റർനാഷണൽ ബ്രേക്കിൽ നിന്ന് വന്നത്, യുണൈറ്റഡ് ഇന്റർനാഷണൽ ബ്രേക്ക്, ഇവരൊക്കെ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ വന്നത്. അപ്പൊ നമുക്കൊരു എക്സ്ക്യൂസ് അല്ല. പക്ഷെ ഈ ക്ലബ്സിനുള്ളതിനേക്കാളും കൂടുതൽ സൗത്ത് അമേരിക്കൻ പ്ലേയേഴ്സ് നമുക്ക് കൂടുതലുണ്ട്. സൗത്ത് അമേരിക്കൻ പ്ലേയേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഫെറ്റീഗ് ഉണ്ടാവും. അത് നമുക്ക് മക്കാലിസ്റ്ററിന്റെ ഞാൻ അങ്ങനെ കണ്ടില്ല, പക്ഷെ ഞാൻ കണ്ടത് ലൂയിസ് ഡിയാസിന്റെ ലൂയിസ് ഡിയാസ് ഭയങ്കര വാഷ്ഡ് ആയിരുന്നു ലൂയിസ് ഡിയാസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെയായിരുന്നു ഒരു റീസൺ. പിന്നെ ഇന്റർനാഷണൽ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു സിസ്റ്റത്തിനോട്, പുതിയൊരു മാനേജറിന്റെ അണ്ടറിൽ ഒരു സിസ്റ്റത്തോടെ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവർക്ക് ഒന്ന് റീഗ്രൂപ്പ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. എനിക്കതാണ് തോന്നിയത്. പക്ഷെ മെയിൻലി ഒരു ലാക്ക് ഓഫ് ഇന്റന്റ് തന്നെയാണ് ഞാൻ കണ്ടത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഗെയിമിൽ. അത് മേജർ ഡിഫറൻസ് ആയിരുന്നു, അത് ബ്രേക്കിന് മുമ്പും ബ്രേക്കിന് ശേഷം. അതെ, എ സി മിലാന്റെ കളിയിൽ ഞാൻ കളി തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മോനെ പണി പാളി. കാരണം പുളിസിക്കിന്റെ ഒരു അടിപൊളി ഗോള് വന്നു. ആ സമയത്ത് ആ കൗണ്ടർ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് വിങ് ഫുൾ ഓപ്പൺ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മെയിനോൻ ഒരു ലോങ് ബോൾ ഇട്ടു. ആ ലോങ് ബോൾ പുളിസിക്കിലേക്ക് പോകുമ്പോൾ 2 പേര് റൈറ്റ് വിങ്ങിലുണ്ട്. ലിവർപൂളിന് ആരുമില്ല. ലിവർപൂളിന്റെ സെന്ററിൽ മാത്രമേ ആൾക്കാരുള്ളൂ. അവർ പിന്നോട്ട് ഓടിയിട്ട് കവർ ചെയ്യാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഹിക്കപ്പ് കഴിഞ്ഞപ്പോ സംഭവം പിക്കായി. പക്ഷെ ആ ഒരു ഗോള് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇത് അവരുടെ ഹോമിൽ പോയി പ്രശ്നമാവോ എന്നൊക്കെ വിചാരിച്ച സിറ്റുവേഷൻ വന്നു. പക്ഷെ പിന്നെ ശരിക്കും പറഞ്ഞാല് ഒരു 90 മിനിറ്റ്സ് വരെ ഒരുപാട് ചാൻസ് ക്രിയേറ്റ്. ശരിക്കും പറഞ്ഞിട്ട് കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ ഒരു 10 ഗോളൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യായിരുന്നു. അത്ര മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അൺലക്കി ആയിരുന്നു. വുഡ് വർക്ക് ടെസ്റ്റ് ചെയ്യുന്നു, ജോട്ട മിസ് ചെയ്തു, ലോങ് ഷോട്ട് മിസ് ചെയ്തു, 2 പ്രാവശ്യം പുറത്തേക്ക് ചെറിയ ഡിഫ്ലക്ഷനോടെ പോയി. എന്താണ് പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? എനിക്കറിയാം, എ സി മിലാനോട് കളിക്കാൻ പോകുമ്പോൾ തന്നെ അറിയായിരുന്നു ഫസ്റ്റ് 10 മിനിറ്റ്സിൽ ഗോൾ സ്കോർ ചെയ്യുന്ന. എനിക്ക് അറിയായിരുന്നു അവര് എ സി മിലാൻ എന്തായാലും. കാര്യം അവരുടെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലൈനപ്പാണ് അവർ ഇറക്കിയത് തന്നെ. നമുക്ക് പുളിസിച്ച് എങ്ങനെ കളിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. റഫാലേവോ എങ്ങനെ കളിക്കുന്നു പറയാൻ പറ്റില്ല. മൊറാറ്റേനെ ഒരിക്കലും പറയാൻ പറ്റില്ല മൊറാറ്റ എങ്ങനെ കളിക്കും. ഇവരുടെ ഒരു നല്ല ദിവസമാണെങ്കിൽ അവർ നല്ലോണം പെർഫോം ചെയ്യും. അതാണ് പുളിസിച്ച് ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഞങ്ങളുടെ ട്രെൻഡിന്റെ സൈഡായിരിക്കും ഇവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എല്ലാവരും അതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. അവിടെ റഫാലേവോ കളിക്കുന്നുണ്ട്, എല്ലാവരും ലേയാവോ ട്രെൻഡിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഞാൻ. പക്ഷെ ഇല്ല, അവര് സിമിക്കാസിനെ ടാർഗറ്റ് ചെയ്തത്. ഞാൻ വിചാരിച്ചു സിമിക്കാസിനെ അവർ ടാർഗറ്റ് ചെയ്തത്. പക്ഷെ അത് ഫസ്റ്റ് 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവരുടെ ഇന്റൻസിറ്റി എന്തോ പറ്റി, അതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത് കഴിഞ്ഞ് അവര് ബിൽഡപ്പ് ഫ്രം ദ ബാക്കാണോ, എന്താണ് അവർ ഓവർലോഡ് ചെയ്യാൻ നോക്കണം, ഒന്നും മനസ്സിലാവും. കാര്യം അവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ അവർ ബോൾ വെറുതെ ഗിവ് അവേ പൊസഷൻ. അപ്പോൾ അവരായിട്ട് ഈസി ആക്കി തന്ന പോലെ തോന്നി എനിക്ക്. പക്ഷെ ഓവറോൾ അത് നമ്മളെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കയ്യിൽ എടുത്തു ഗെയിം. നമ്മൾ ഗെയിമിന്റെ ഇന്റൻസിറ്റി നമ്മൾ കൂട്ടി, നമ്മൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ പ്രസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം ഗെയിം കയ്യിലായി. കാര്യം അവരുടെ മിഡ്ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മിഡ്ഫീൽഡ് ബാക്കിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ ഉള്ളവർ വർക്കിലോട് കൊടുക്കുന്നില്ല. അപ്പൊ അവരുടെ മിഡ്ഫീൽഡിലൂടെ വലിയൊരു ഹോള് വരികയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കും മെയിൻ കാരണം അവര് തോക്കാൻ കാരണം. പിന്നെ നമ്മൾ അവർക്ക് എന്താണോ അവരുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അവർക്കുള്ളത് അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തു, അത്രേ ഉള്ളൂ.
നല്ല പെർഫോമൻസ്, നമ്മൾ ഡോമിനേറ്റ് ചെയ്തു. സത്യം പറഞ്ഞ ഒരു 80 മിനിറ്റ്സോളം നമ്മൾ ഗെയിമിന്റെ ഡോമിനേറ്റ് തന്നെ ചെയ്തു. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതെ. എനിക്കൊന്ന് സെറ്റ് പീസിൽ ഒരു പോസിറ്റീവാണ്. കാരണം ക്ലിയർ കട്ട് ആയിട്ടുള്ള ഹെഡർ കൊണാട്ട് സ്കോർ ചെയ്തു, വാൻഡേക്ക് സ്കോർ ചെയ്തു. എനിക്ക് തോന്നുന്നു നല്ല സെറ്റ് പീസ് ബോൾ വരുന്നുണ്ട്. നമുക്ക് ടോട്ടനാമിനൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനത്തെ ക്രോസ് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ക്രോസ് എന്ന് പറയുന്നത് നമ്മൾ പറയുമോ ഈസി അല്ല ക്രോസ് ഇടാൻ. ശരിക്കും പറഞ്ഞാൽ ഈസി അല്ല. നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഒരു ഫസ്റ്റ് മാനെ ക്ലിയർ ചെയ്യുന്നത് 5 ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നൊക്കെ ക്ലിയർ ചെയ്യും. ബാക്കിയൊക്കെ ഫസ്റ്റ് മാൻ എടുത്ത് ഒന്നുകിൽ അവർ ഡിഫെൻഡ് ചെയ്യും, അല്ലെങ്കിൽ പുറത്തേക്ക് അടിച്ച് കളയുന്നതാണ് കാണുന്നത്. പക്ഷെ ഇന്നലെ വന്ന 2 ക്രോസുകളും കിഡു ഇഞ്ച് പെർഫെക്റ്റ് ആയിരുന്നു. അവിടെ ഡിഫെൻസീവ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മെയിനോൺ ക്ലിയർ ചെയ്യേണ്ട ഒരു ബോളായിരുന്നു, പുള്ളി അത് മിസ്റ്റേക്ക് ചെയ്തു. പിന്നെ വാൻഡേക്കിനെ ട്രാക്ക് ചെയ്തിട്ട് ഒരു ഡിഫൻഡർ ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി ആദ്യത്തെ ഒരു 2 മിനിറ്റ് ട്രാക്ക് ചെയ്തു, പിന്നെ പുള്ളി വിട്ടു, ഓക്കെ നിങ്ങൾ പോയി അടിച്ചോ എന്നുള്ള രീതിയിൽ. ആ രണ്ടും കിടിലൻ ഗോളായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സബോസ്ലായുടെ ക്യാപ്കോയുടെ കാര്യം, എന്റെ പൊന്നോ, ഇന്നലെ പുള്ളി സ്കോർ ചെയ്യേണ്ടതായിരുന്നു. അടിപൊളി കളിയായിരുന്നു. പുള്ളിനെ പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. നല്ല ഫിസിക്കലായിട്ട് പുള്ളി ആകെ വെളിഞ്ഞിട്ടാണെന്ന് ഞാൻ വിചാരിച്ചു, ഓക്കെ താഴെ വീഴും, ഇപ്പൊ പെനാൽറ്റി കിട്ടും. പക്ഷെ പുള്ളി എന്നിട്ടും പോയി ആ ഒരു പാസ് കൊടുത്തൊക്കെ അടിപൊളിയായിട്ടാണ് തോന്നിയത്. അതെ, നമ്മള് ഇപ്പൊ സെറ്റ് പീസിന്റെ കാര്യം ബ്രോ പറഞ്ഞു, സെറ്റ് പീസ് കോർണേഴ്സ് നമ്മള് ഞാൻ അതിന് വെച്ച് എന്തിനാ സിമിക്കാസിനെ ഇറക്കിയത് ഞാൻ ശരിക്കും വിചാരിച്ചു. ഫസ്റ്റ് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ വരും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സിമിക്കാസിന് വലിയ വിശ്വാസമില്ല. എനിക്ക് സിമിക്കാസ് കളിക്കുമ്പോൾ പേടിയാ. പക്ഷെ ഈ ഗെയിമിൽ സിമിക്കാസിനെ ഇറക്കിയത് നമുക്ക് ഡെഡ് ബോൾ സ്പെഷ്യലിസ്റ്റിനെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു റോബർട്സിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഡെഡ് ബോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് സിമിക്കാസിനായിരിക്കും. അത് തന്നെ നമ്മൾ കണ്ടത്. കാര്യം AC മിലാന്റെ ഏറ്റവും ടോളസ്റ്റ് പ്ലെയർ ലോഫ്റ്റസ് ചീക്കാണ്. 6'1", 6'2" അങ്ങാണ്ടേ ഉള്ളൂ. സെന്റർ ബാക്സിന് ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമ്മുടെ സെന്റർ ബാക്സ് കൊണാട്ടയും വെൻഡൈക്കാണെങ്കിൽ നല്ല സൈസ് ഉള്ളവരായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ തലയ്ക്ക് വെച്ച് കൊടുത്താൽ മതി. അതാണ് 2 പ്ലേയേഴ്സും ചെയ്തത്. എനിക്ക് തോന്നുന്നു സെറ്റ് പീസിൽ നമ്മൾ ഒരിക്കലും അതൊരു ടാക്ടിക് ആയിരുന്നു എനിക്ക് നല്ലോണം തോന്നി. കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ബോക്സിലോട്ട്, നമ്മുടെ ഗ്യാപ്പ് ഉണ്ട് അവിടെ ഏരിയലി, ജോട്ട ഏരിയലി അത്യാവശ്യം നല്ല സൗണ്ടാണ്. സൊബോസ്ലെ ബോക്സിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഓവറോൾ ആ സെറ്റ് പീസ് നമ്മൾ എങ്ങനെയെങ്കിലും ഡോമിനേറ്റ് ചെയ്യുക, അവരുടെ ഏരിയയിൽ അവരെ ചാലഞ്ച് ചെയ്യുന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് സിമിക്കാസിനെ ഇറക്കി. അത് വർക്ക്ഔട്ട് ആവുകയും ചെയ്തു. പിന്നെ ഗ്യാപ്പോ ഞാൻ പറഞ്ഞില്ല, ഗ്യാപ്പോ എപ്പോഴും അയാളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ ഗ്യാപ്പോ ഒരു അടിപൊളി പ്ലെയർ. എനിക്കൊന്ന് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ. കാര്യം നമ്മൾ യൂറോയിൽ കളിക്കുന്നുണ്ട് പുള്ളി വേൾഡ് കപ്പിൽ നല്ലോണം കളിച്ചു, PSV എന്തോന്നിൽ നല്ലോണം കളിച്ചു. അപ്പൊ ഇവിടെ എന്താ കളിക്കാത്തതെന്ന് തോന്നില്ല. അത് കഴിഞ്ഞ കൊല്ലമൊക്കെ കളിക്കാത്ത സിസ്റ്റം കാരണം, സിസ്റ്റത്തിന്റെ പ്രശ്നം. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ആ ഒരു PSVയിലോ അല്ലെങ്കിൽ ഡച്ച് നാഷണൽ ടീമിൽ കിട്ടുന്ന ഫ്രീഡം പുള്ളിക്ക് കിട്ടുന്നുണ്ട്. ആ ലെഫ്റ്റ് വിങ് ഫുള്ള് പുള്ളിക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പുള്ളി ടേക്ക് ഓൺ ചെയ്യുന്നു, നല്ലോണം ബോൾ ക്യാരി ചെയ്യുന്നു. എനിക്കൊന്ന് ലൂയിസ് ഡിയാസിനേക്കാളൊക്കെ നല്ല രീതിക്ക് ബോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു. നല്ലോണം അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. എനിക്ക് നല്ലോണം ഷൂട്ട് ചെയ്യും. അപ്പോൾ എനിക്കൊന്ന് അടുത്തൊരു 2-3 ഗെയിംസ് പുള്ളി എന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് പുള്ളി കളിച്ചത്. അത് തന്നെ എനിക്കൊന്ന് ഹി ഡിസേർവ്സ് സ്റ്റാർട്ട് നെക്സ്റ്റ് 2-3 ഗെയിംസ് എന്തായാലും. അങ്ങനെ പുള്ളി കളിച്ചത്. അതെ, ഇന്ന് മിഡ്ഫീൽഡ് കിടുകയായിരുന്നു. എസ്പെഷ്യലി കൗണ്ടറിലേക്ക് പോകുമ്പോൾ ഒരുപാട് ബോൾ, അവരെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, പക്ഷെ ബോൾ റിക്കവർ ചെയ്തിട്ട് പാസ് ചെയ്യാന്നുള്ളത് എനിക്കൊന്നൊരു ആർട്ട് പോലെയായിരുന്നു ഇന്നലെ. ഒരു 10 പ്രാവശ്യമൊക്കെ അവരെ കയ്യിൽ നിന്ന് ബോള് പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ ആ സമയത്ത് മിസ്റ്റേക്ക് ആക്കുമ്പോൾ ഡയറക്റ്റ് ത്രൂ ബോൾ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മോസാലക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് ഓപ്പൺ ചാൻസ് 1-2 കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോട്ടക്ക് ഒരു ഓപ്പൺ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു പുറത്തുനിന്നുള്ള ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 20 ചാൻസസ് 11 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഓക്കെ ആണോ? എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് മോർ ദൻ ഇനഫ്. ആ ഒരു മാച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XG ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ആയിട്ടില്ല, പക്ഷെ XG നോക്കേണ്ട കാര്യമില്ല. ആ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഡിഫ്ലക്ഷൻ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതെ, നമ്മള് പക്ഷെ ക്ലിനിക്കലായിരുന്നു വെച്ചാൽ ഓഫ് കോഴ്സ് ക്ലിനിക്കലായിരുന്നു. പക്ഷെ എനിക്ക് 2-3 ഗോളും കൂടെ അടിക്കണം എന്നുണ്ടായിരുന്നു ഇന്നലത്തെ ഒരു ഗെയിം കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് എന്തായാലും സിമിക്കാസിന് 3 ചാൻസ് ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഓപ്പൺ ചാൻസ് കിട്ടി. സിമിക്കാസ് അത് അടിച്ചു കളഞ്ഞു. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞത് റോബർട്സൺ ആയിരുന്നു, റോബർട്സൺ ഹാട്രിക് അടിക്കണം. കാര്യം ഇത് അത്ര ഓപ്പൺ ചാൻസ്. കാര്യം ഇവര് കൗണ്ടറിൽ വരുമ്പോ എല്ലാരും പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോവാ. അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പൊ ലാസ്റ്റ് ബോൾ സിമിക്കാസിന് ഇട്ടു. സിമിക്കാസ് അടിച്ച ബോൾ പുറത്ത് കളയുന്നു. അപ്പൊ എനിക്കൊന്ന് ഒരു സാലയുടെ ഒരു 2 ആ പോസ്റ്റിൽ അടിച്ചതിൽ ഒരെണ്ണം ജോട്ടയുടെ ആ ഒരു ഓപ്പൺ ചാൻസ് എന്തായാലും കയറണ്ടായിരുന്നു ജോട്ടയുടെ. പിന്നെ സിമിക്കാസിന്റെ ഇങ്ങനെ ഒരു 3-4 ഗോൾ എക്സ്ട്രാ കയറണ്ടായിരുന്നു ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആ 3 അടിച്ചത് എന്തായാലും ക്ലിനിക്കലായിരുന്നു. സത്യം പറഞ്ഞ കാര്യം, ആ 3rd ഗോളൊക്കെ കൗണ്ടറിൽ അത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് സത്യം. കാര്യം ഗ്യാപ്പോനെ ബാക്ക് നിന്ന് പുള്ള് ചെയ്യുക, അത് ഗ്യാപ്പ് വീണ പെനൽറ്റി കിട്ടണമെന്നും കൂടി ഇല്ല.
അപ്പോൾ ഗ്യാപ്പ് വന്നിട്ടും ബോൾ കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോവുക, അസിസ്റ്റ് കൊടുക്കുക. സപ്പോസിലായി ബോള് തൊട്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്തു പോകുന്ന പേടിയുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മളത് അത് ഒരു കുറച്ചെങ്കിലും ക്ലിനിക്കൽ ആയതുകൊണ്ടാണ് എനിക്കൊന്ന് ഇതേപോലെ. പക്ഷെ നമുക്ക് കിട്ടുന്നത് മാക്സിമം കൺവേർട്ട് ചെയ്യണം. കാര്യം നമ്മൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് നമ്മൾ ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ക്ലിനിക്കൽ അല്ലായിരുന്നു. മാക്സിമം നമ്മൾ നമ്മുടെ ക്ലിനിക്കാലിറ്റി കൂട്ടാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യേണ്ടത്. ഓക്കെ ബ്രോ, അപ്പോൾ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. പുതിയ ഫോർമാറ്റൊക്കെയാണ് ഈ പ്രാവശ്യം UCL കൂടുതൽ മത്സരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇനീഷ്യൽ സ്റ്റേജിൽ ചെറിയ ഹിക്കപ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇനി ആ ഒരു പഴയ ഫോമിലേക്ക് വരട്ടെ എന്ന് വിചാരിക്കുന്നു. യെസ് ബ്രോ. ഓക്കെ, യാ, ടേക്ക് കെയർ. താങ്ക് യു. ഓക്കെ, ടേക്ക് കെയർ ബ്രോ. താങ്ക് യു. ബൈ ബൈ.